ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ +1 തുല്യത പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് വിഷയത്തിൽ പ്രധാനമായിട്ടും വരും എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന 2 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ള രീതിയിലുള്ളതാണ്. രണ്ടാമത്തേത് അതുപോലെ തന്നെ ഒരു പോയത്തിൻ്റെ, ഒരു കവിതയുടെ 4 വരികൾ തന്നിട്ട് ആ വരികളെ ബേസ് ചെയ്തിട്ട് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള 2 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പരീക്ഷ നമുക്ക് അടുത്ത മാസം, അതായത് ജൂലൈ 3, 4 തീയതികളിലായിട്ടാണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ ഇതുവരെ പഠിക്കാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമം നടത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പരീക്ഷ എഴുതി പാസ്സാകാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു മിഥ്യാധാരണയായിട്ട് ആണ് ഞാൻ പറയുന്നത്. കാരണം കുറച്ചുകൂടെ ടഫായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടത്താൻ ഈ സാക്ഷരതാ മിഷനും അതുപോലെ തന്നെ നമ്മുടെ DHSC ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനൊക്കെ നടത്തുന്ന അതേ ഒരു മാനറിസത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ള കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും പല പഠിതാക്കൾക്കും. ചിലർക്കത് എളുപ്പമായിരിക്കും, എന്നാൽ കൂടുതൽ പേരെയും സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഏത് വിഷയമായാലും എഴുതി പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പിക്ക് മുഴുവനായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും മുഴുവനായിട്ട് കവർ ചെയ്ത് പഠിക്കാനുള്ളൊരു സമയമൊന്നും ഇനി ഇല്ല. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ അത് പ്രകാരമുള്ള രീതിയിൽ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. പഠിച്ചതിനെ ആക്കി പഠിക്കുക എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പഠിക്കുക. മനസ്സിലായല്ലോ? വെറുതെ നമ്മൾ വെള്ളത്തിൽ വരച്ച പോലെ ഉള്ള ഒരു പഠനം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് മറ്റൊരു വിഷയം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന ഒരു വേവലാതിയോട് കൂടിയിട്ട് ഇത് പകുതി നിർത്തി അതിലേക്ക് പോകുന്ന സ്വഭാവവും നിർത്തുക. അതിന് പകരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ആ സമയം എത്ര ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറാണ് കിട്ടുന്നതെങ്കിൽ ആ 1 മണിക്കൂറിന് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അത് ആ മണിക്കൂറിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ആശ്രയിച്ചിട്ടുണ്ട് കുറേ ആളുകൾ. അപ്പോൾ അത് ബുക്കായിട്ടും അതുപോലെ തന്നെ ചാനലായിട്ടും. അപ്പോൾ എനിക്ക് അതിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്ത് നിങ്ങൾക്ക് തരും. എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാ തിരക്കുകളുണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി അതിനൊരു സമയം ഞാൻ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കാത്തവർ നിർബന്ധമായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചവർ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. തീരെ പഠിക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് പരീക്ഷയ്ക്ക് വരുന്ന ഉറപ്പുള്ളതാണെങ്കിൽ മാത്രം നിങ്ങളത് ടച്ച് ചെയ്യുക. അല്ലാത്ത ഭാഗങ്ങൾ വെറുതെ നിങ്ങൾ പേജ് മറിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ പാസേജിൻ്റെ കാര്യം, അതായത് നമ്മുടെ ഒരു പ്രോസ് ഏരിയയിൽ നിന്ന് നമുക്ക് വരാവുന്ന ഒരു പാസേജ് ആണ്. അതായത് റീഡ് ദ ഫോളോവിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഒരു സ്റ്റൈല്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. എന്നിട്ട് 1 × 4 = 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ ഒരു പാസേജ് തരുന്നു. ആ പാസേജ് വെച്ചുകൊണ്ട് നമ്മൾ ആ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഉത്തരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഈ പാസേജിൽ തന്നെ ഉണ്ട്. ഏത് പാസേജ് വന്നാലും ഇനിയിപ്പോൾ ഇത് തന്നെ വരണം എന്നൊന്നുമില്ല.
വരാൻ സാധ്യത ഉള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, കാണാപ്പാഠം പഠിക്കുന്നതിന് മുമ്പ്, അതായത് ഈ പാസേജുകൾ, ഇപ്പൊ പോയത്തിന്റെയും വരികൾ തന്നിട്ട് 4 ആൻസർ എഴുതാനും അതുപോലെ തന്നെ ഈ പ്രോസിന്റെ പാസേജ് തന്നിട്ട് ആൻസർ എഴുതാനുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ തന്നിരിക്കുന്ന ഭാഗം കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ, ഒരു 2 തവണ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ, മനസ്സിരുത്തി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. പാസേജ് ആണ് ആദ്യം. ദ ഓൾഡ് മാൻ റിമൈൻഡ് ഇൻ ദ സൺ, ഹീസ് കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ, ദ പ്രിമൈസസ് ലോങ് സിൻസ് സോൾഡ്. ഞാൻ ഇത് ഫോണിൽ വെച്ചിട്ടാണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തപ്പപ്പഴ വരുന്നത്, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, സോൾഡ് ടു ജങ്ക് ഡീലർ, ബട്ട് ഹി സ്റ്റിൽ മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെന്റ് ആൻഡ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ അലി. ഇതാണ് പാസേജ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ദ ഓൾഡ് മാൻ റിമൈൻഡ് ഇൻ ദ സൺ, ഹിസ് കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ, the premises long since sold to junk dealer, but he still made kites for his own amusement and for the benefit of his grandson Ali. ഇതാണ് നമ്മുടെ പാസേജ്. ഓക്കെ, അപ്പൊ ഈ പാസേജിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഇത് ഏകദേശം വായിക്കുമ്പോൾ ഒരു കൈറ്റ് പറയുന്നുണ്ട്, പിന്നെന്താണ്, ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അലിയെ പറ്റി പറയുന്നുണ്ട്, പിന്നെന്താണ്, പിന്നെ ഒരു ഓൾഡ് മാനെ പറ്റി പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്ന് കിട്ടി. അപ്പൊ ചോദ്യം നോക്കട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ ലെസൺ, അല്ലെ? ഈ ലെസൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ഓക്കെ, ഈ ലെസൺ ഏതാണ്? അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ടുള്ള, ക്ലാസ്സിന് പോയിട്ടുള്ള ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ലെസൺ ഏതാണെന്നുള്ളത്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അറിയാം ഈ ലെസൺ ഏതാണ്. അതിന്റെ ആൻസർ എന്താ പറയാ? ദ കൈറ്റ് മേക്കർ. അത് മാത്രം എഴുതിയാൽ മതി. ദ കൈറ്റ് മേക്കർ. ലെസൺ ഏതാണെന്ന് മാത്രമാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 1 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ദ കൈറ്റ് മേക്കർ എന്ന് എഴുതും. ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, who is here referred as the old man? Who is here referred as the old man? ഇവിടെ ആരെയാണ് ഓൾഡ് മാൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഇവിടെ ആരാണ് ഓൾഡ് മാൻ? അതാണ് ചോദ്യം. ആരാണ് ഓൾഡ് മാൻ? ഓക്കെ, ഈ പ്രായമായ ഈ വൃദ്ധൻ അല്ലെങ്കിൽ പ്രായമായ ഒരാള് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, who is referred as the old man? അപ്പൊ ആൻസർ എന്തായിരിക്കും? The old man referred to here is മഹ്മൂദ്, അല്ലെ? ആരാണ്? മഹ്മൂദ്. അത് മഹ്മൂദ് എന്ന് മാത്രം എഴുതിയാൽ ആൻസർ തന്നെയാണ്. മനസ്സിലായല്ലോ? അല്ലാതെ ഓൾഡ് മാൻ റെഫേർഡ് ടു ഹിയർ ഈസ് അതങ്ങനെ മുഴുവനായിട്ട് വരണം എന്നൊന്നുമില്ല. മഹ്മൂദ് എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം ഏതിലില്ല? ആ പാസേജിലില്ല. അത് ഉറപ്പാണ്, അല്ലേ? അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റണം? ഈ പാസേജ് ഏതിലത്തെയാണ്, അതായത് നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ ഇത് ഏതിലെ വരികളാണ്. ഇപ്പൊ കൈറ്റ്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കൈറ്റ്, അതുപോലെ തന്നെ പിന്നെന്താണ്, ആ ഗ്രാൻഡ് സൺ അലി, അങ്ങനെയുള്ള പേരുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് പിന്നെ പ്രോസ ഏരിയ ആണ്, ഏത് പാഠഭാഗത്തു നിന്ന് വന്നാണ് നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ആ ഈ പിന്നെ എന്താണ് ഓൾഡ് മാന്റെ പേരെന്താണ്, അതൊക്കെ നമുക്ക് അറിയാം, അല്ലെ? യെസ്, അറിയണം. മനസ്സിലായല്ലോ? യെസ്. ഇനി എന്താണ് അടുത്തത്? വാട്ട് ഹാപ്പൻഡ് ടു ഹിസ് ഷോപ്പ് എന്നാണ് അടുത്തൊരു ചോദ്യം, അല്ലെ? അയാളുടെ ഷോപ്പിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം, അല്ലെ? അയാളുടെ ഷോപ്പിന് എന്താ സംഭവിച്ചത്? ഹിസ് കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ ആൻഡ് ദ പ്രിമൈസസ് വേർ സോൾഡ് ടു എ ജങ്ക് ഡീലർ, അല്ലെ? അതാണ് അതിന്റെ ആൻസർ. അതെവിടെ ഉണ്ട്? അത് ആ പാസേജിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഷോപ്പിന് എന്ത് സംഭവിച്ചു? അപ്പൊ എന്താ? ദ കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ, അല്ലെ? The kite shop was gone and the premises were sold to a junk dealer. അതാണ് അതിന്റെ ആൻസർ. ആ വരികൾ മുഴുവനായിട്ടും ആ പാസേജ് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? വാട്ട് ഹാപ്പൻഡ് ടു ഹിസ് ഷോപ്പ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അത്രയും പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ദെൻ 4ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ചോദ്യം എന്താണ്? വൈ ഡിഡ് ഹി സ്റ്റിൽ മേക്ക് കൈറ്റ്സ്?
വൈ ഡിഡ് ഹി സ്റ്റിൽ മേക്ക് കൈറ്റ്സ് അല്ലെ? എന്തുകൊണ്ടാണ് അയാള് പിന്നെ അങ്ങനെ ആയിട്ട് പോലും, അതായത് ഷോപ്പ് പോയിട്ട് പോലും എന്താണ് അയാള് മഹമ്മൂദ് എന്ന് പറയുന്ന ഓൾഡ് മാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അയാള് കൈറ്റ് മേക്ക് ചെയ്യാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അയാള് സ്റ്റിൽ മേക്ക് കൈറ്റ്സ് എന്നുള്ളത് ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. ഹി സ്റ്റിൽ മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെന്റ് ആൻഡ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ അലി. അല്ലെ? അതിന്റെ ഉത്തരം എന്താണ്? ക്ലിയർ ആയിട്ട് ആ പാരഗ്രാഫിൽ ആ പാസേജിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് ഇല്ലേ? ഹി സ്റ്റിൽ മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെന്റ് ആൻഡ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ അലി. ഓക്കെ, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ അലിയുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം ആ ഒരു കൈറ്റ് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പാസേജ് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ആരുടെ പാസേജ് ആണ്? അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ആ ഒരു പാസേജ്, ഇവിടെ പാസേജ് അല്ല, രണ്ടാമത്തത് ഒരു പോയത്തിന്റെ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: റീഡ് ദ ഫോളോവിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, അതായത് താഴെ തന്നിരിക്കുന്ന ആ പോയത്തിന്റെ അല്ലെങ്കിൽ ലൈൻസ്, താഴെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസ് വെച്ചിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ലൈൻസ് ഒന്ന് വായിക്കാം. ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. ഓക്കെ, ഇപ്പൊ തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. ദർ വേർ സോ മെനി they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouths. ഇതാണ് വരികൾ. ഓക്കെ, ഒന്നുകൂടെ പറയാം. I sat watching the birds in my cherry tree. There were so many they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouths. ഓക്കെ, ഈ 4 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ലൈൻസിനെ ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ആ 4 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഐഡന്റിഫൈ ദ പോയം. കണ്ടോ? സോറി, പോയറ്റ് ആണ്. ഐഡന്റിഫൈ ദ പോയറ്റ്. ആരാണ് ഈ പോയറ്റ്? ഈ പിന്നെ എന്താണ് കവിത എഴുതിയത്, ഈ പോയം എഴുതിയത് ആരാണ്? അപ്പൊ പോയം ഏതാണ്? പോയത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ? അപ്പോ പോയത്തിന്റെ പേര് ചെറി ട്രീ എന്നാണ്. ചെറി ട്രീ എന്നാണ്. അപ്പോ ചെറി ട്രീ എന്ന് പറയുന്ന പോയം എഴുതിയത് ആരാണ്? അല്ലെ? ഐഡന്റിഫൈ ദ പോയറ്റ് എന്നാണ് ചോദ്യം. അല്ലെ? ഐഡന്റിഫൈ ദ പോയറ്റ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പാസേജ്, കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പ്രോസും, അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറി ട്രീ എന്ന് പറയുന്ന പോയവും എഴുതിയത് രണ്ടും ഒരേ ആൾ തന്നെയാണ് കേട്ടോ. ആരാണ്? റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. അല്ലെ? റസ്കിൻ ബോണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പോയം എഴുതിയിട്ടുള്ളത്. അല്ലെ? ആണല്ലോ? യെസ്, റസ്കിൻ ബോണ്ട്. ഏതാണ് പോയം? ഏതാണ്? ചെറി ട്രീ എന്ന് പറയുന്ന പോയാണ്. എഴുതിയത് ആരാണ്? റസ്കിൻ ബോണ്ട് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതായത് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഐഡന്റിഫൈ ദ പോയറ്റ് എന്നായിരുന്നു. നമ്മൾ പോയറ്റിനെ കണ്ടെത്തി. ആരാണ്? ദ പോയറ്റ് ഈസ് റസ്കിൻ ബോണ്ട്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ പോയറ്റ് വാച്ച് ദ ബേർഡ്സ്? പോയറ്റ് എവിടെയാണ് ഈ ബേർഡ്സിനെ കണ്ടത്? അല്ലെ? എവിടെയാണ് വാച്ച് ചെയ്തത്? വേർ ഡിഡ് ദ പോയറ്റ് വാച്ച് ദ ബേർഡ്സ്? അല്ലെ? എവിടെയാണ് പോയറ്റ് ബേർഡ്സിനെ വാച്ച് ചെയ്തത് അല്ലെങ്കിൽ കണ്ടത്? എന്താ ആൻസർ? ദ പോയറ്റ് വാച്ചസ് ദ ബേർഡ്സ് ഇൻ ഹിസ് ചെറി ട്രീ. അപ്പൊ ചെറി ട്രീ എന്ന് മാത്രം എഴുതിയാലും ആൻസർ ആണ്. ഓക്കെ, ഇൻ ഹിസ് ചെറി ട്രീ എന്ന് എഴുതിയാലും ആൻസർ ആണ്. വെറും ചെറി ട്രീ എന്ന് എഴുതിയാലും ആൻസർ ആണ്. ദ പോയറ്റ് വാച്ച്ഡ് ദ ബേർഡ്സ് ഇൻ ഹിസ് ചെറി ട്രീ എന്ന് എഴുതിയാൽ പെർഫെക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ വേർ ഡിഡ് ദ പോയറ്റ് വാച്ച് ദ ബേർഡ്സ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ദ പോയറ്റ് വാച്ച്ഡ് ദ ബേർഡ്സ് ഇൻ ഹിസ് ചെറി ട്രീ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
Why does the poet say the bird above outnumbered the leaves? അല്ലെ, why does the poet say, എന്തുകൊണ്ടാണ് പോയറ്റ് ഇങ്ങനെ പറയുന്നത്? എങ്ങനെ? the bird outnumbered the leaves എന്ന് പോയറ്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, എന്തുകൊണ്ടാണ് അല്ലെ പോയറ്റ് അങ്ങനെ പറഞ്ഞത്? ഓക്കെ, എന്താ പറഞ്ഞത്? വൈ ഡസ് ദ പോയിറ്റ് സേ ദ ബേർഡ്സ് ഔട്ട് നമ്പേർഡ് ദ ലീവ്സ്? അല്ലെ, ഔട്ട് നമ്പേർഡ് ദ ലീവ്സ്, അതായത് ലീവ്സിനേക്കാൾ കൂടുതലായിട്ട് ബേർഡ്സ് ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം അല്ലെ. എന്താണ് ആൻസർ? ദ പോയിറ്റ് സേസ് ദീസ് ബിക്കോസ് there were huge number of birds visiting the tree. അതാണ് ആൻസർ അല്ലെ. എന്താണ്? അപ്പോൾ ആ ട്രീയിലുള്ള അതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ആര് വരുന്നുണ്ട്? അതായത് ട്രീയിലുള്ള ഇലയേക്കാൾ കൂടുതലായിട്ട് ആര് വരുന്നുണ്ട്? ബേർഡ്സ് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ദ പോയിറ്റ് സേസ് ദാറ്റ് ബിക്കോസ് there were a huge number of birds visiting the tree. അതാണ് ആൻസർ അല്ലെ. ബിക്കോസ് there were a huge number of birds visiting the tree. There were a huge number of birds visiting the tree. Okay, making it look like there were more in number than the actual leaves on the branches. അങ്ങനൊന്നും വേണമെന്നില്ല. നിങ്ങൾ എന്താണ് അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെ പഠിച്ചാൽ മതി, ധാരാളമാണ്. എന്നാലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് there were more in number than the actual leaves on the branches. അതായത് ആ ചില്ലകളിലൊക്കെ ഉള്ള ഇലകളേക്കാൾ കൂടുതലായിട്ട് അല്ലെ ആരെയാണ് അവിടെ കാണിക്കുന്നത്? ബേർഡ്സിനെയാണ് കാണിക്കുന്നത്. ബിക്കോസ് there were huge number of birds visiting the tree. അല്ലെ, ആ ട്രീയിൽ എന്താണ് ധാരാളം പക്ഷികൾ വരുന്നുണ്ട് എന്നതുകൊണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. where did they stuff the cherries? അല്ലെ, എവിടെയാണ് ഇവരെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്? where did they stuff the cherries? അല്ലെ, അതായത് ചെറീസ് അവർ എവിടെയാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ്. അതായത് ഈ ചെറി ട്രീയിലെ ചെറീസ് ഈ ബേർഡ്സ് എവിടെയാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്? എന്താ സ്റ്റഫ് ചെയ്ത് വെക്കുക പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെക്കുക എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാന്ന് പറയുക അല്ലെ. where did they stuff, അതായത് ഇങ്ങനെ ഈ ബേർഡ്സിന്റെ ചുണ്ടുകളിൽ ഈ ചെറി ട്രീസിലെ ചെറീസ് എല്ലാം ഇങ്ങനെ സ്റ്റഫ് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. they stuffed the cherries in their little mouth. എവിടെയാണ് their little mouth? എവിടെയാണ് their little mouth? they stuffed the cherries in their little mouth. okay, where did they stuff the cherries? എവിടെയാണ് അവർ ചെറീസ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്? they stuffed the cherries in their little mouth. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയവുമായിട്ട്. ചെറിയ ട്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയാണ്. അപ്പോൾ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ്, ഒരു പാസേജ് അതുപോലെ തന്നെ ഒരു പോയം, അതിൻ്റെ വരികൾ തന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ഈ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അറിയിപ്പായിട്ട് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.